ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിന്റെ 35-ാം ദിനമായ ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവവചന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ. അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു. പറഞ്ഞത്, വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത്, 2 ഉടുപ്പും അരുത്. നിങ്ങൾ ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ അവിടം വിട്ടു പോകും വരെ അവിടെ തന്നെ പാർപ്പീൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ ആ പട്ടണം വിട്ട് അവരുടെ നേരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിൽ നിന്ന് പൊടി തട്ടി കളയുവിൻ. അവർ പുറപ്പെട്ടു, എങ്ങും സുവിശേഷിച്ചും രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടും ഊരുതോറും സഞ്ചരിച്ചു. യേശു തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് ചില ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിച്ചു അയക്കുകയാണ്. നിബന്ധനകൾ നിറഞ്ഞ നിയോഗത്തിലൂടെ സാധ്യമാക്കുന്ന ഈ ഭാഗം വ്യക്തമാക്കുന്ന പന്തിരുവരുടെ 3 പ്രത്യേകതകൾ. ഒന്നാമത്തെ പ്രത്യേകത, നിയോഗങ്ങൾ ഏറ്റെടുക്കുന്നവർ. ഇത് ഒരു യാത്രയാണ്. ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അവർ ആയിത്തീരേണ്ടതിലേക്ക് യേശു അവരെ അയക്കുന്നു. ചില ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും നൽകുന്നു. സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെയും സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരം നൽകുന്നു. അതോടൊപ്പം ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും പറയുന്നു. ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ജനങ്ങളോട് സുവിശേഷിക്കണം. നമ്മെ സഭയായി വിളിച്ചിരിക്കുന്നതും ദൈവരാജ്യത്തിന്റെ വാക്താക്കളായി നാം മാറ്റപ്പെടുവാൻ വേണ്ടിയാണ്. നാം ഓരോരുത്തരും സുവിശേഷവാഹകർ ആയിത്തീരണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. 2ാമത്തെ നിബന്ധനകൾ പാലിക്കപ്പെടുന്നവർ. ഈ അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് നിയോഗങ്ങൾ നൽകുന്നതാണ്. എന്നാൽ 4-5 വാക്യങ്ങളിൽ യേശു ചില നിബന്ധനകൾ പാലിക്കേണ്ടതായി അവരെ ഓർമ്മിപ്പിക്കുന്നു. വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത്, 2 ഉടുപ്പും അരുത്. ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ ആ ദേശം വിട്ട് പോകും വരെ അവിടെ തന്നെ പാർക്കണം. ആരെങ്കിലും കൈക്കൊള്ളാതിരുന്നാൽ നിങ്ങളുടെ കാലിൽ നിന്ന് പൊടി തട്ടിക്കളയണം. ഇവയായിരുന്നു നിബന്ധനകൾ. ശിഷ്യന്മാർ നിയോഗത്തോടൊപ്പം നിബന്ധനകൾ പാലിച്ചപ്പോൾ സൗഖ്യം സാധ്യമാകുന്നത് അവർക്ക് കാണുവാൻ ഇടയായി. 3ാമത്തെ, സൗഖ്യത്തിന് സാക്ഷ്യം വഹിച്ചവർ. സൗഖ്യം ദൈവികമാണ്, എല്ലാവർക്കും ആവശ്യമുള്ളതാണ് സൗഖ്യം. പക്ഷേ ഇന്ന് സൗഖ്യം സാധ്യമാകുന്നുണ്ടോ? നിയോഗങ്ങൾ ഏറ്റെടുക്കുന്നത്, നിബന്ധനകൾ കൃത്യമായി പാലിക്കപ്പെടുമ്പോൾ സൗഖ്യം സാധ്യമാകും. ശിഷ്യന്മാർക്കത് സാധിച്ചു. അവർ എല്ലായിടവും സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ച് രോഗികളെ സൗഖ്യമാക്കി. ഈ ഭൂമിയിൽ എല്ലാവർക്കും ഓരോ നിയോഗങ്ങളുണ്ട്. അതിനെ തിരിച്ചറിയുകയാണ് പ്രധാനം. ഈ നാളുകളിൽ നമ്മുടെ നിയോഗങ്ങളെ തിരിച്ചറിയാൻ ദൈവത്തെങ്കിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തിനായി കർത്താവേ, നോമ്പിന്റെ ഈ കാലയളവിൽ തമ്പുരാന്റെ കരങ്ങളിലേക്ക് ദൈവമേ അല്പസമയത്തേക്ക് ഇരുപ്പാനായി തന്ന സാവകാശത്തിനായി സ്തോത്രം ദൈവമേ. അടിയങ്ങളെ ഓരോരുത്തരെയും തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പച്ചാ. അടിയങ്ങൾ ഓരോരുത്തരും ദൈവത്തിന് വേണ്ടി ദൈവമേ ഹല്ലേലൂയ സമർപ്പിതമുള്ള ജീവിതങ്ങളായി, സഭയായി, കുടുംബമായി കർത്താവേ അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി തരികയാണപ്പാ. യേശുവിന്റെ കരത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നവർക്ക് കൃപയോട് കേൾക്കണം പിതാവേ. ആമേൻ.